അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നുവെന്ന് ഏറ്റുപറയുകയല്ലേ ചെയ്തത്. കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നിങ്ങളൊന്ന് ചിന്തിക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുക, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു സഖാവ്, നിങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നുവെന്ന് ഏറ്റുപറയുകയല്ലേ ചെയ്തത്. പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ ഒരു പണി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പദത്തിന്റെ പരിസരത്ത് പോയ ഒരു മനുഷ്യന് കഴിയുമോ? അപ്പോൾ വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയോടുകൂടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി. അപ്പൊ അങ്ങേയറ്റ തെറ്റായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് തന്നെ 6 മാസം പിന്നിട്ടു. 6 മാസം കഴിഞ്ഞ ശേഷം ശരി, അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരാറില്ല. പക്ഷെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വരുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പോകുന്നുണ്ട്, പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നുണ്ട്. അപ്പൊ അന്നൊന്നും ഈ നടപടിയൊക്കെ എടുത്ത് അദ്ദേഹത്തെ ശാസന എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടും പിന്നെയും 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിനിടയിലും അദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല. എന്തേ ഇപ്പൊ പറയുന്നത്? കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മധുവിനോടുള്ള പക, ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ടി.ഐ. മസൂദൻ എന്ന പാർട്ടി നേതാവിന്റെ സ്വീകാര്യത, അദ്ദേഹത്തിന്റെ യശസ്, അതിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമല്ലേ? ഈ പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമി വിലക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം എന്താ? അത് 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി, 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആധാരത്തിൽ എത്രയാണ് വിലയെങ്കിലും യഥാർത്ഥ വില കൊടുത്ത് 17 ലക്ഷമാണ്. പരിശോധനയിൽ അത് 17 ലക്ഷത്തിനായിരുന്നു ആ ഭൂമി വിൽപ്പന നടത്തിയത് എന്ന് ബോധ്യമായിട്ടുണ്ട്. ആ ഭൂമി 2011 രജിസ്റ്റർ ചെയ്ത ഭൂമി 2017 6 വർഷങ്ങൾക്ക് ശേഷം 18.75 ലക്ഷം രൂപ നൽകി വാങ്ങി എന്നതാണ് ആക്ഷേപം. 2011 സാമാന്യമായി ചിന്തിച്ചാൽ മതി. 17 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി 6 വർഷം കഴിയുമ്പോൾ 18.75, യഥാർത്ഥത്തിൽ 18.75 ഇല്ല, 18 ലക്ഷമാണ്. 18 ലക്ഷം രൂപക്ക് വാങ്ങുന്നത് സ്വാഭാവികല്ലേ? അതിലെന്താ അഴിമതി? ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഇടനിലക്കാരനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഇടനിലക്കാരനുമായിട്ട് ഗൾഫിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിന്റെ ഫോട്ടോ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ നൽകുകയാണ്. ആ ഫോട്ടോ പരിശോധിച്ച് നോക്കി. ഗൾഫിൽ പോകുന്നതിനും വരുന്നതിനും രേഖയുണ്ടാവുമല്ലോ, പാസ്പോർട്ടിൽ രേഖയുണ്ടാവുമല്ലോ. പാസ്പോർട്ട് പരിശോധിച്ചു. അപ്പോഴാണ് കാണുന്നത് ആ യാത്രയുടെ ഫോട്ടോ എന്ന് പറയുന്നത് 2016. അപ്പൊ 2017 ഒരു ഭൂമി വാങ്ങുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി 2016 പോയിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. ആ സമയത്ത് ബാങ്ക് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്തിരുന്നില്ല. ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഏതോ വിധത്തിലുള്ള ഭാരവാഹിയോ സബ് കമ്മിറ്റിയുടെ ചുമതലക്കാരനോ ടി.ഐ. മസൂദൻ ആയിരുന്നില്ല. അപ്പൊ തെറ്റായ ആക്ഷേപം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുക, എന്നിട്ട് അത് വാർത്തയായി വരിക, എന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. എന്താ ഇതിന്റെ ഉദ്ദേശം?